ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് ഏത്തപ്പഴം ഉപയോഗിച്ച് പഴം ഇടിയപ്പം റെഡിയാക്കിയാലോ. അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് പഴം ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇടിയപ്പത്തിൻ്റെ പാത്രം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പഴം നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. 3 പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ വലിയ പഴമാണെങ്കിൽ 2 എടുത്താൽ മതിയാകും. ഇനി നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഴമൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്ത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കറുത്ത പോർഷൻസ് ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 3 ഏലക്ക ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൊലി മാറ്റിയിട്ട് അതിൻ്റെ കുരു മാത്രമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്ത പേസ്റ്റിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പാക്കറ്റ് മേടിച്ച് വറുത്ത അരിപ്പൊടിയാണ് എടുക്കുന്നത്. ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അതേ പൊടി തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പകുതി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ചേർക്കാം. എന്നിട്ട് ബാക്കി പകുതി കൂടി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നല്ലൊരു മാവ് പരുവത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ മാവ് എടുത്ത് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇടിയപ്പത്തിൻ്റെ അച്ചിലും ഓയിലും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവണം. ഇതേപോലെ ഫുള്ളായിട്ട് ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചെടുക്കാം. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ തട്ടിൽ ഓൾറെഡി എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറേശ്ശെ തേങ്ങ ചിരകിയത് നമുക്ക് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ച് ഉപയോഗിച്ച് ഈ ഓരോ കുഴിയിലേക്കും ആവശ്യമായ ഇടിയപ്പത്തിൻ്റെ മാവ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 2 തട്ടിലും ഇതേപോലെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇടിയപ്പത്തിൻ്റെ പാത്രം ഫ്ലെയിമിലേക്ക് വെച്ചിരുന്നു. ആവി കയറി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഇടിയപ്പത്തിൻ്റെ തട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഓരോ തട്ട് വീതം മാത്രമാണ് ഞാൻ ഇതേപോലെ വെച്ച് റെഡിയാക്കി എടുക്കുന്നത്. ഏകദേശം ഒരു 6-7 മിനിറ്റിൽ നമ്മുടെ ഇടിയപ്പമൊക്കെ ഇവിടെ റെഡിയായി കിട്ടും. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിതിൻ്റെ തട്ടിൽ നിന്നൊന്ന് എടുക്കാം. നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ പഴം ഇടിയപ്പം ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ ഈ പഴം ഇടിയപ്പം തേങ്ങാപ്പാലിൻ്റെ ഒപ്പം നല്ല അടിപൊളി കോംബോയാണ്. അപ്പം നമ്മുടെ ഈ ഹെൽത്തി ആയിട്ടുള്ള പഴം ഇടിയപ്പം എല്ലാവരും തന്നെ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.